ഹലോ, എൻ്റെ പേര് അമലിനാണ്. ഞാൻ ഇപ്പോൾ 3rd grade ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ ഈ ഒരു PSC ജോബ് കിട്ടി എന്നുള്ളത് നിങ്ങളുടെ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിടെക് പഠിക്കുന്ന ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ ചേച്ചി സെയിം സ്ട്രീമിനാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ചേച്ചിയോടൊപ്പം ഞാൻ ചുമ്മാ ഷിൻഡോ സാറിനോട് ഹോളിമാത അക്കാദമിയിൽ ഞാൻ പഠിക്കാൻ പോയായിരുന്നു. ഞായറാഴ്ചകൾ മാത്രമാണ് ക്ലാസ് ഉള്ളത്. അന്ന് ഏറ്റവും നേരം വൈകി എത്തുന്നതും ഏറ്റവും നേരത്തെ പോരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഷിൻഡോ സാറിന് മുന്നിൽ അങ്ങനെ പെടാറില്ല. കാരണം അത് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉപദേശിച്ചാലൊന്നും മേടിച്ചിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആളുടെ മുമ്പിൽ പെടാറില്ല. അങ്ങനെ ഒരു ദിവസം ലാസ്റ്റ് ആൾ തന്നെ പിടിച്ച്, നീ ഇന്നാളുടെ അനിയനല്ലേ അത് എന്ന് പറഞ്ഞു, നീ എന്താ ക്ലാസ്സിന് കറക്റ്റ് ആയിട്ട് വരാത്തത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പറഞ്ഞു അങ്ങനെ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മൈൻഡാന്ന് സാറിന് മനസ്സിലായി. സാറ് പറഞ്ഞു, നീ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ വന്നാൽ മതി, അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു. മീൻസ് നിനക്ക് പഠിക്കാനായിട്ട് നിനക്ക് ആവശ്യമുണ്ടെന്ന് നീ മനസ്സിലാക്കിയിട്ട് നീ എന്ന് വരുന്നോ അന്ന് നമുക്ക് അടിപൊളിയായിട്ട് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഞാൻ വന്നിരുന്നു. അതേപോലെ തന്നെ ഞാൻ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മൊമെന്റിൽ ബിടെക്കിന് അത്യാവശ്യം നല്ല രീതിക്ക് ബാക്ക് പേപ്പേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ പഠിക്കാൻ അത്ര ബ്രൈറ്റ് ഒന്നല്ല, ഒരു ബിലോ ആവറേജ് ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ അവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഏറ്റവും കൂടുതൽ ജോലി വാങ്ങുന്ന ITക്കാരാണ്. ഈ ITക്കാർക്ക് ജോലി വാങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ട് എനിക്ക് ജോലി വാങ്ങിക്കൂടാ എന്നൊരു സാധനം മൈൻഡിൽ കയറി തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പിന്നെ ഡെയിലി ക്ലാസ് തുടങ്ങി. അപ്പോൾ ഞാൻ ബിടെക് കഴിഞ്ഞിരിക്കുന്ന ടൈമാണ്. ഡെയിലി ക്ലാസ് തുടങ്ങിയപ്പോൾ വീട്ടുകാർ പറഞ്ഞു, നീ എന്തായാലും ചെല്ല് ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എല്ലാം കൂടി ഒറ്റ നോട്ടിൽ എഴുതുന്ന ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ഞാൻ. ബാക്കിയുള്ളവരെല്ലാം പല പല നോട്ട്സ്, റെഡിങ്, ബ്ലൂയിങ് അങ്ങനെ എല്ലാം മാർക്ക് ചെയ്തു. ഞാൻ ഒറ്റ ഒരു ബുക്കും ഒരു വാനിയായിട്ട് പോവും, എല്ലാം ഒരു നോട്ട് എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ സാർ വന്ന് വീണ്ടും പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ചു. അപ്പോൾ സാറിന് ഏകദേശം എൻ്റെ ക്യാരക്ടർ മനസ്സിലായി. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്നെ ഒരു കമ്പനി സ്റ്റഡിയുടെ ഒരു ഗ്രൂപ്പിൽ സാറിനെ കൊണ്ടിരുത്തി, നീ ഇവിടെ ഇരിക്കും, നീ ഒന്ന് പഠിച്ചു നോക്ക്. അവരുടെ അടുത്ത് പറഞ്ഞു, നോക്കിക്കോളോ. അവരാണ് വേറൊരു, ഞാൻ ഈ ഒരു PSC ജോബ് കിട്ടാനുള്ള മെയിൻ ഒരു കാരണം അവരാണ്. അതിൽ അന്നപ്രഭു, ജയകൃഷ്ണൻ, രാജേഷ്, അങ്ങനെ കുറച്ച് പേര് അടങ്ങുന്ന ഒരു 8-10 പേരുടെ ഒരു ടീമായിരുന്നു. അപ്പൊ അതിലുകൊണ്ടിരുത്തി വെച്ചാൽ അവരെല്ലാം നല്ല ബ്രൈറ്റ് ആണ്. പക്ഷെ അവരാരും ഹാൻഡ് ഇട്ടിട്ട് പോയില്ല. എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് പഠിച്ചു തുടങ്ങി. എനിക്ക് മനസ്സിലായി, പഠിക്കുകയാണെങ്കിൽ PSC കിട്ടുന്നുള്ള ഒരു സെറ്റപ്പ് എനിക്ക് കിട്ടി തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു മൊമെന്റിൽ ഞാൻ വിചാരിച്ചു, നമ്മളൊരു 3-4 കൊല്ലം നമ്മൾ വേറെ എന്തെങ്കിലും ജോബിന് പോയിട്ട് വീണ്ടും PSC നോക്കുന്നതിന് വേഗം ഒരു 6 മാസം to 1 കൊല്ലം നല്ല രീതിക്ക് പിടിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കേസുള്ള PSC എന്നുള്ളൊരു ആ ഒരു മൈൻഡ് വന്നു. അവിടെ ജോലി കിട്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എല്ലാം കേട്ട് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ ശരി എന്തായാലും പഠിച്ചു നോക്കാന്ന് പറഞ്ഞ്, കിട്ടുകയാണെങ്കിൽ ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വേറെ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ടായാലും ആ ഒരു സമയം പോണതാണ്, എന്തായാലും പഠിച്ചു നോക്കാന്ന് വെച്ചു. അങ്ങനെ പഠിച്ചു നോക്കിയിട്ട് എക്സാം വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു 4-5 മാസം മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു തുടങ്ങി. അവിടെ ഡെയിലി പോയിരുന്ന കമ്മ്യൂണിറ്റി സ്റ്റഡിയിൽ അവർ തന്നെയാണ് മെയിൻ ആയിട്ട് തന്നെ നോക്കി പഠിപ്പിച്ചത്. സാറ് ഉള്ള ടൈമിൽ സാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരാണെങ്കിലും സാറിനതിലുപരി അവർ തന്നെ ഒരു ടീച്ചേഴ്സ് ആയിട്ട് തന്നെ ലൈക്ക് ഒരു കമ്മ്യൂണിറ്റി സ്റ്റഡിയാണ്, ഒരു ഗ്രൂപ്പാണ്, കുറച്ചും കൂടി നല്ല രീതിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് അവർ തന്നെ പഠിപ്പിച്ചു. എന്നിട്ട് എക്സാം എഴുതുന്ന ടൈമിലായാലും അതിന് മുമ്പായാലും പല പല ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം വന്നിരുന്നു. അതിലെല്ലാം കുറവായിരുന്നെങ്കിലും സാറ് നല്ല രീതിക്ക് മോട്ടിവേഷൻ തരുമായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ എക്സാം വന്ന ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എക്സാം എഴുതാൻ പേടിയൊന്നുമില്ല. കാരണം കിട്ടി പോയി എന്നുള്ള സെറ്റപ്പ് ആയിരുന്നു. എക്സാം എഴുതിയിട്ട് നല്ല രീതിക്ക് എനിക്ക് ഞാൻ തന്നെ സെറ്റായ ഒരു തോന്നൽ വന്നു. അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ അടിപൊളി. എന്റെ ചേച്ചിയൊക്കെ വൻ പഠിപ്പിസ്റ്റ് സെറ്റപ്പ് ആയിരുന്നു. അവളാക്കൽ ഒരു 300-400 റാങ്കിനാക്കൽ മുകളിലായിരുന്നു എന്റെ റാങ്ക്. എന്റെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. നീ ഒന്ന് പോയായിരുന്നു നേരം നീ പറയാം, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു പറഞ്ഞ. പക്ഷെ അറ്റ് ലാസ്റ്റ് ഞാൻ ഈ ഒരു ജോബിന് കയറി. അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഹോളിമാതയിൽ പോലെ. കാരണം അവിടെ നിങ്ങളെ അതായത് പഠിക്കുന്നവർക്ക്, നന്നായി ഭയങ്കര ബ്രൈറ്റായിട്ട് പഠിക്കുന്നവർക്ക് എവിടെ ചെന്നാലും ബുക്ക് കിട്ടിയാൽ അവരിന്ന് പഠിക്കും. എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ സാറിനോട് പോലെ. സാറ് നിങ്ങൾക്ക് പഠിക്കണം എന്ന് തോന്നുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾ സാറിനോടേക്ക് പോലെ സാർ എന്തായാലും പഠിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ ജോലി വാങ്ങിത്തരികയും ചെയ്യും. ആ കാര്യത്തിലുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. സോ അങ്ങനെയാണ് ഹോളിമാത അക്കാദമിയുടെ സാറും. അപ്പോൾ ഇനി ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു മൊമെന്റ് എനിക്ക് പറയാൻ പറ്റിയെങ്കിൽ, എനിക്ക് ഇങ്ങനൊരു ജോലി കിട്ടിയാലും. അപ്പൊ എന്തായാലും താങ്ക് യു.